വാദങ്ങൾക്കൊപ്പം ജനങ്ങൾ നിൽക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതിന് നമുക്കൊരു കാത്തിരിപ്പ് വേണ്ടി വരും. തീർച്ചയായും എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി ഈ ആവേശ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം. സ്വാഭാവികമായി കൊട്ടിക്കലാശം ആരംഭിക്കാൻ സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതിനും ഒരു മണിക്കൂർ മുമ്പേ ഇവിടെ പ്രവർത്തകർ ആവേശത്തോടെ എത്തിക്കഴിഞ്ഞു. ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇടതുമുന്നണിയുടെ പ്രവർത്തകരാണ്. നിങ്ങൾ ടൗണിൽ തന്നെ ഉള്ളവരാണോ? നിലമ്പൂരിലെ 204-ാം ബൂത്തിലെ വോട്ടറാണ്. 23-ാം തീയതി വിപ്ലവ സൂര്യൻ സ്വരാജ് ജയിച്ചിരിക്കും. അതിനുവേണ്ടിയുള്ള കഠിനമായ ശ്രമം ഞങ്ങൾ എല്ലാ ഉറക്കമൊഴിച്ച് ചെയ്തിട്ടുണ്ട്. അതിനൊരു പേടി. എന്റെ വീട്ടിലൊരു ചിഹ്നം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിഹ്നം വീടിന്റെ ഐശ്വര്യം. അത് വെറുതെ അല്ല, 12ാം വയസ്സിൽ തുടങ്ങിയതാണ്. ഇനിയും മുന്നോട്ട് ഈ ചിഹ്നവും ഈ പ്രസ്ഥാനവും മുന്നോട്ട് നിലമ്പൂരിന്റെ ഐശ്വര്യമായിട്ട് 23-ാം തീയതി നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കെട്ടി പോവില്ലല്ലോ. നിങ്ങളൊക്കെ കണ്ടിട്ടേ പോകും. ഇതിലും സുന്ദര അല്ല, ഈ പി വി അൻവർ പറയുന്നത് നിങ്ങളുടെ ഒരു വിഭാഗം വോട്ട് ഇത്തവണ എനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെ പോവോ? ഒരു കാര്യം പറയാം, ഞാൻ CPM-ന്റെ സഹയാത്രികനാണ്. എന്റെ വീട്ടിൽ ഒരു വോട്ട് നോട്ടൊക്കെ ചെയ്താലും പരനാറിക്ക് ഞാൻ ചെയ്യില്ല എന്ന് ഉറപ്പ്. ഏറ്റവും 140 മണ്ഡലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥാനാർത്ഥി നിലമ്പൂരിന് ഇത് കിട്ടാനില്ല. അതുകൊണ്ട് നിലമ്പൂർ ജയിച്ചില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് നമുക്കറിയാം. അതുകൊണ്ട് നിലമ്പൂർ നമുക്ക് എന്തായാലും വിജയിച്ചില്ലെങ്കിൽ നിലമ്പൂർ ഇതുപോലത്തെ ഒരു മണ്ഡലം ഇതുപോലത്തെ ഒരു സ്ഥാനാർത്ഥി 140 മണ്ഡലങ്ങളിലും ഇനി കിട്ടാനില്ല. അതുകൊണ്ട് നിലമ്പൂരിൽ എന്തായാലും എം സ്വരാജ് ജയിച്ചിരിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നമ്മൾ ഈ 140 മണ്ഡലങ്ങളിലും അതിന്റെ ഒരു മണ്ഡലത്തിൽ കിട്ടും നിലമ്പൂരില്. അതുകൊണ്ട് എന്തായാലും എം സ്വരാജിന് ഈ ഉപതെരഞ്ഞെടുപ്പ് എം സ്വരാജിന്. അങ്ങനെ ഇടതു ക്യാമ്പ് വലിയ ആവേശമുണ്ട്. നമ്മൾ യാദൃശികമായി നിന്നത് ഇടതു ക്യാമ്പിന്റെ ക്യാമ്പയിന് സമീപത്താണ്. അതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇടതുമുന്നണി പ്രവർത്തകർ തന്നെയുള്ളൂ. അത് താഴേക്ക് പോകുമ്പോൾ അതെ തൊട്ടപ്പുറം ആണ് UDF. BJP-യുടെ പ്രചരണമുണ്ട്. BJP-യുടെ കൊട്ടിക്കലാശത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അവർ നേരത്തെ ഏതാണ്ട് ഒരു 1.5 മണിയോടുകൂടി തന്നെ BJP പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ വലിയ രീതിയിൽ വാദ്യഘോഷങ്ങളോടുകൂടി വലിയ ശബ്ദ സന്നാഹങ്ങളോടുകൂടി ഇവിടെ കൊട്ടിക്കലാശ് തയ്യാറായി കഴിഞ്ഞു. അതിനുമപ്പുറത്ത് UDF ക്യാമ്പും UDF-ന്റെ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങളും നടക്കുകയാണ്. ഇവിടെ മൂന്നായിട്ട് ഈ നിലമ്പൂർ പട്ടണത്തിന്റെ പ്രധാന കേന്ദ്രത്തെ നാലായി തിരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്. അത് PV അൻവർ കൊട്ടിക്കലാശിൽ എത്തില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 3 പ്രധാനമായും ഇവിടെ കേന്ദ്രീകരിക്കേണ്ടത്. നമ്മളിപ്പോൾ ആദ്യം നിൽക്കുന്ന സ്ഥലം റെസ്റ്റ് ഹൌസിന് മുൻവശം ഇവിടെ CPM ഇടതുമുന്നണിയുടെ കേന്ദ്രമാണ്. തൊട്ടപ്പുറത്ത് മധ്യഭാഗത്ത് BJP-യുടെ കൊട്ടിക്കലാശ വേദി. അതിനു പുറകിൽ ആശുപത്രി ജംഗ്ഷൻ സമീപമായിട്ട് UDF-ഉം കൊട്ടിക്കലാശിന് വലിയ ഒരുക്കങ്ങളാണ്. 3 പേരും ഈ കൊട്ടിക്കലാശ് സമയത്ത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് കൊട്ടിക്കലാശ് സമയത്ത്. പക്ഷേ അത് വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ആരും തമ്മിൽ മത്സരം ആരാണ് ചെയ്യുന്നത് തികച്ചും അപ്രവചനീയമാണ്. സജിത്തയുടെ അതാണ് ഇതിന്റെ സാഹചര്യം. എന്തായാലും PV അൻവറിന്റെ അസാന്നിധ്യം ഈ കൊട്ടിക്കലാശത്തിലേക്കില്ല. അതിന് അൻവറിന്റേതായ ചില ന്യായങ്ങളുണ്ട്. കാരണം പ്രവർത്തകരെ ഇതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നതാണ് അൻവർ പറയുന്നത്. ഒപ്പം ഈ പോളിംഗ് പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ PV അൻവർ ചില വെല്ലുവിളികൾ കൂടി നടത്തിയിട്ടുണ്ട്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്ന് കരുതുന്നു. അനുമോദ്, അൻവർ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ അൻവർ പിണറായി വിജയനെതിരായ വെല്ലുവിളി നടത്തുന്നുണ്ട്. താൻ കൊട്ടിക്കലാശത്തിലേക്കില്ല എന്ന വാദങ്ങളൊക്കെയുണ്ട്. എന്തുകൊണ്ടാണ് അൻവർ ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതിന്റെ കാരണം? അൻവറിന്റെ അവസാനത്തെ രാഷ്ട്രീയ നീക്കം അവസാന ഘട്ടത്തിൽ അതെന്താണ്? എങ്ങനെയാണ് പ്രകടമാവുന്നത്? സജിത്ത്, PV അൻവർ ഇത്തവണ കൊട്ടിക്കലാശത്തിനില്ല എന്ന് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് ഇത്തവണ അദ്ദേഹത്തെ കൊട്ടിക്കലാശത്തിലേക്ക് വരുവാൻ 10,000-കണക്കിന് സ്ത്രീകളടക്കം തയ്യാറായി നിൽക്കുകയായിരുന്നു. അത് വലിയ ശക്തി പ്രയോഗിക്കാൻ വേദിയാകുമായിരുന്നു. പക്ഷേ രണ്ടിടത്തായിട്ട് കൊട്ടിക്കലാശത്തിന് പോലീസ് അനുമതി നൽകിയതോടെ തനിക്ക് രണ്ടിടത്തും എത്തിച്ചേരാൻ കഴിയുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്റെ പ്രവർത്തകരെ ഈ ഒരു നായാട്ടില്ല എന്നാണ് ഒരു ഭാഷയും. അതായത് കൊട്ടിക്കലാശ ദിവസം തന്റെ പ്രവർത്തകർ ആ രണ്ടിടത്തായിട്ട് ന്യായീകരണമാണ് പറയുന്നത്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ ഈ സമയത്ത് വലിയ ഗതാഗത ഉണ്ടാകുന്നുണ്ട്. ഈ ജനങ്ങളെ ഗതാഗതത്തിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ടത് അത് കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കലാശം കൂടി പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വലിയ
ആത്മവിശ്വാസമാണ് ഏറ്റവും അവസാനം അൻവർ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സ്വരാജിന് 35,000 വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഷൗക്കത്തിന് പരമാവധി ലഭിക്കുക 45,000 വോട്ടുകളായിരിക്കുമെന്നും അൻവർ പ്രവചിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെയാണ് അൻവർ തന്നെ ഈ വൈകി തുടങ്ങിയ പ്രചരണം പൂർത്തീകരിക്കുന്നത്. തനിക്ക് തന്റേതായ പോയിന്റുകളുണ്ട്. സ്ലീപ്പർ സെൽ എന്ന വാക്ക് നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായ തനിക്ക് തന്റേതായ സ്ലീപ്പർ സെല്ലുകളുടെ ഓരോ വീട്ടിലും തന്റെ ഓരോ പ്രവർത്തകരുണ്ട് എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അൻവറിന്റെ ആത്മവിശ്വാസം അത്തരത്തിൽ വാനോളം ഉണ്ട്. ഈ ഒരു ഷോ കൊട്ടിക്കലാശത്തിന്റെ ദിവസം ശക്തി പ്രകടിപ്പിച്ച് തന്റെ പ്രവർത്തകരെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ 23-ാം തീയതി റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും യഥാർത്ഥത്തിലുള്ള കുട്ടിക്കലാശം എന്നും അൻവർ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കലാശം അൻവറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവറിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കലാശമില്ല എന്നത് അദ്ദേഹം ന്യായീകരിക്കുന്നത് വലിയ ആത്മവിശ്വാസം പങ്കുവച്ചുകൊണ്ടാണ്. എന്തായാലും അൻവറിന്റെ നിലപാട് എങ്ങനെയാണ്? അങ്ങനെ നിർണായകമായി ഈ രാഷ്ട്രീയ പോരിൽ അവകാശവാദങ്ങൾക്ക് കുറവില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇങ്ങനെ അവകാശവാദങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവസാനം മണിക്കൂറുകളിലും ഉയർന്ന വിവാദങ്ങൾ ചെറുതല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി വിവാദം, UDF ബന്ധ വിവാദം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു ഇവിടമാണ്. ഇടതുമുന്നണി UDFനെതിരെ തുറപ്പുചീട്ടായി ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉന്നയിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ അവസാന ദിവസം മുഖ്യമന്ത്രി മുമ്പ് നടത്തിയ തിരുകേശ വിവാദ പ്രസ്താവന അത് UDF ഏറ്റെടുക്കുകയാണ്. ആ പ്രസ്താവനയിൽ സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് പ്രതികരിക്കേണ്ടി വരും എന്ന രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉയർത്തിവിടുന്നു ഇടതുമുന്നണി നേതൃത്വം. ഇന്ന് എന്താണ് പ്രതിപക്ഷ നേതാവ് തിരുകേശ വിവാദം ഉയർത്തിയത്? അതിന് എന്ത് മറുപടി CPM നൽകി? വേഗത്തിൽ ഒന്ന് കാണാം. പണ്ട് ഓർമ്മയുണ്ട്, ശ്രീ കുഞ്ഞാലി സാഹിബൊക്കെ മന്ത്രിയായിരിക്കുമ്പോൾ പിറമ ഉപതെരഞ്ഞെടുപ്പ് വന്നു. പിറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ചാണ്. പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്. അത് പിറവത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. ഇവിടെ പറയില്ല. കോൺഗ്രസിന്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട്, ഇപ്പോൾ ജമാഅത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. മൗദൂദ്